ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നേ ചക്കപ്പഴം ഇല്ലാതെ ഒരു കുമ്പിളപ്പം ഉണ്ടാക്കിയാലോ? ബാ. ഇതിനായിട്ട് നമുക്ക് വേണ്ടിയത് വറുത്ത റവ 1/2 കിലോ, പിന്നെ വേണ്ടിയത് തേങ്ങ, ശർക്കര 400 ഗ്രാം, ഏലക്കായും ജീരകവും കൂടെ പൊടിച്ച് വെച്ചിരിക്കുന്നത് 1.5 ടീസ്പൂൺ. പിന്നെ വേണ്ടിയത് എടന ഇലയാണ്. ഒരു 10-15 എടനയുടെ ഇല നന്നായിട്ട് കഴുകി വൃത്തിയാക്കി തുടച്ച് എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടിയത് ഇത് റോബസ്റ്റ പഴമാണ്, നന്നായിട്ട് പഴുത്ത റോബസ്റ്റ പഴമാണ്. ഇത് നമ്മളിങ്ങനെ ഒരുപാട് പഴുത്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും ഇത് കഴിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പം വെറുതെ വേസ്റ്റാക്കി കളയാതിരിക്കാനായിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്താൽ മതി. ഇപ്പം ചക്കപ്പഴം ഇഷ്ടമില്ലാത്തവർക്കും ചക്കപ്പഴം ഇപ്പം കിട്ടാനില്ലാത്ത സീസണിലും അല്ലെങ്കിൽ ചക്കപ്പഴം കഴിക്കുമ്പം വയറിനൊന്നും അത്ര പിടിക്കത്തില്ലാത്ത പ്രശ്നങ്ങളുള്ള ആളുകൾക്ക് ഇങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ നല്ലതാണ്. റോബസ്റ്റ പഴം വെച്ചുണ്ടാക്കുന്നത് നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പം നമുക്ക് ആദ്യമേ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതുപോലെ തവി വെച്ച് തന്നെ മിക്സ് ചെയ്യാവുള്ളൂ, കാരണം ഇത് റോബസ്റ്റ പഴം ആയതുകൊണ്ട് നമ്മൾ മിക്സിയിലിട്ട് അടിച്ചു കഴിഞ്ഞാൽ അത് ഒരുപാട് ലൂസാവും. അപ്പോൾ ഒരുപാട് വെള്ളമായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുഴയ്ക്കാനായിട്ട് പറ്റത്തില്ല, ഒഴുകി പോകും. അപ്പം ഇങ്ങനെ തവി വെച്ച് ഉടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ലൂസാകത്തില്ല. എന്നിട്ട് നമുക്ക് ഏലക്കകത്തോട്ട് പരത്തിക്കൊള്ളു. ഇതിപ്പം പഴവും ശർക്കരപ്പാനിയും കൂടെയാണ് കേട്ടോ. പഴവും ശർക്കരയും നല്ലതുപോലെ തന്നെ മിക്സ് ആക്കി നമ്മൾ ഇനി തേങ്ങയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ചേർക്കാനുള്ളത് ഏലക്കായും ജീരകവും കൂടെ പൊടിച്ച് വെച്ചതാണ്. 1.5 ടീസ്പൂൺ ഏലക്കായും ജീരകവും കൂടെ ചേർക്കുവാണേ. എല്ലാം കൂടെ ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് 1 ടീസ്പൂൺ നെയ്യും കൂടെ ഒഴിക്കുവാണേ. നെയ്യ് ഇഷ്ടമില്ലാത്തവർ ചേർക്കണ്ട കേട്ടോ. ഇനി നമുക്ക് ഓരോ ഇലകളിലേക്കും നിറയ്ക്കാം. ഇതാണ് കേട്ടോ എടനയുടെ ഇല. എടനയില കണ്ടിട്ടില്ലാത്തവർക്ക് അറിയത്തില്ലാത്തവർക്കും വേണ്ടി കാണിച്ചു തരാം. ഇതാണ് എടനയില. പിന്നെ ഇതുണ്ടോ ഒരു വലിയൊരു എടനയില, ഇത്രയും വലിയ ഒന്നാണ് ഇത്രയും വലിയൊരു എടനയില കാണുന്നത് കേട്ടോ. ഇതിനകത്ത് പക്ഷെ ഉണ്ടാക്കുന്ന അത്ര നല്ലതല്ല, കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും വലിയ ഇലക്കകത്ത് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത്ര ടേസ്റ്റ് ഒന്നും കാണുന്നില്ല. നമുക്ക് ചെറിയ ഇലക്കകത്ത് കുഞ്ഞു അപ്പങ്ങൾ ഉണ്ടാക്കുന്നതാണ് എപ്പോഴും നല്ല രുചികരം. അതുകൊണ്ട് ഇത് ഞാൻ നിങ്ങളെ ജസ്റ്റ് കാണിക്കാൻ വേണ്ടി പറിച്ചു എന്നുള്ളതേ ഉള്ളൂ. നമുക്ക് ചെറിയ ഇലക്കകത്ത് ഉണ്ടാക്കാം. ഇപ്പം നമ്മൾ എടനയുടെ ഇലക്കെന്ന് പറഞ്ഞാൽ എപ്പോഴും ഇലകൾക്കെല്ലാം ഒരേ വലുപ്പമായിരിക്കത്തില്ല, ചെറിയ ഇലയും വലിയ ഇലയും ഒക്കെ കാണും. അപ്പോൾ നമ്മൾ പരത്തി വെക്കുന്ന സമയത്ത് ഇഡ്ഡലി പാത്രത്തിനകത്താണല്ലോ ആവി കയറ്റാനായിട്ട് വെക്കുന്നത്. അപ്പം നമ്മൾ വലിയ ഇലക്കകത്തുണ്ടാക്കി വലിയ അപ്പങ്ങൾ ആദ്യം വെക്കണം. എന്നിട്ട് ചെറുത് മണ്ടയിൽ വെക്കണം. ഇല്ലെങ്കിൽ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറുത് അടിയിലോട്ട് വെച്ച് കഴിയുമ്പോഴത്തേക്കും വലുത് മണ്ട വെച്ച് കഴിഞ്ഞാൽ ഇത് അങ്ങ് പരന്നു പോകും വെയിറ്റ് കൂടിയിട്ട്. അപ്പം ഇങ്ങനെ പരത്തുക. ഇങ്ങനെ ഇല കൂട്ടിയിട്ട് ഇതിങ്ങനെ ക്രോസ് പോലെ ചെയ്തിട്ടാണ് നമ്മൾ ആദ്യം ഈ അടിഭാഗത്തോട്ട് കുറച്ച് ഫില്ല് ചെയ്യുക. വീണ്ടും ബാക്കി ഭാഗത്ത് ഒരുപാട് കുത്തി നിറയ്ക്കണ്ട, ഒരു 1/4 ഭാഗം വരെ ചെയ്താൽ മതി കേട്ടോ. എന്നിട്ട് ഇതാ ഈ ഞെടുപ്പ് ഇതിങ്ങനെ ഇറക്കി വെച്ചാൽ മതി. അപ്പം ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഇങ്ങനെ ഇല നമ്മൾ കൂട്ടി ഇതിലോട്ട് നിറയ്ക്കുക. മണ്ടഭാഗം ഇങ്ങനെ മൂടിക്കൊടുക്കുക, മുകൾ ഭാഗം ഇങ്ങനെ മൂടിക്കൊടുത്താൽ മതി. ചില ആളുകൾ അരിപ്പൊടി വെച്ചിട്ടും ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട്. പക്ഷേ എനിക്ക് കൂടുതലും രുചികരമായിട്ട് തോന്നിയിട്ടുള്ളത് റവ വെച്ചുണ്ടാക്കുന്നതാണ്. കാരണം എന്ന് വെച്ചാൽ രുചികരം മാത്രമല്ല, നമുക്ക് റവ വെച്ചുണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആയിരിക്കും. അരിപ്പൊടി വെച്ചുണ്ടാക്കി കഴിയുമ്പോൾ തണുത്ത് കഴിഞ്ഞാൽ ഇത് ഇച്ചിരി കട്ടി കൂടിയിരിക്കും, നമുക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇതാകുമ്പോൾ തണുത്താലും നല്ല സോഫ്റ്റ് ആയിരിക്കും. നമ്മൾ ഏകദേശം എല്ലാം തന്നെ മുഴുവൻ തന്നെ തീരാറായി. ഇപ്പോൾ അവസാനത്തെ കുമ്പിളപ്പം കൂടെ നമ്മൾ ഇതിനകത്തേക്ക് നിറയ്ക്കുവാണ് കേട്ടോ. ഇതും കൂടെ കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഇനി ഇത് ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് ആവി കയറ്റിയാൽ ഇത് അപ്പം റെഡിയായി. നിമിഷ നേരം കൊണ്ട് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ, വലിയ കഷ്ടപ്പാടൊന്നുമില്ല. നമ്മൾ മാവ് മൊത്തം ഇലക്കകത്താക്കി പരത്തി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മൊത്തം ഇത്രേ ഉള്ളൂ, നമ്മൾ 1/2 കിലോ റവയല്ലേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതൊരു 15-20 എണ്ണത്തിൽ കൂടുതലില്ല. അപ്പോൾ ഇതിനകത്ത് ഞാൻ പറഞ്ഞത് ഇതിനകത്ത് ഇത് കണ്ടോ, ഇതിന് പല വലുപ്പമാണ്. ഇത് വലിയ ഇലയാണ്, അപ്പോൾ വലിയ ഇലക്കകത്ത് ഉണ്ടാക്കിയത്. ഇത് ചെറിയ ഇലക്കകത്ത് വളരെ ചെറിയ അപ്പങ്ങളുണ്ട്. ഇത് കണ്ടോ. ഇനി നമ്മൾ ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് ആവി കയറ്റുന്നതായിട്ട് നമ്മൾ വെക്കുന്ന സമയത്ത് ഈ വലിയ അപ്പം അടിയിലും ചെറുത് മേളിലുമായിട്ട് വെക്കണമെന്നാണ് ഞാൻ മുമ്പേ പറഞ്ഞത്. അല്ലെങ്കിൽ എന്നാ പ്രശ്നമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ചെറുതിൻ്റെ മണ്ടയിൽ ഇത് വലുതിരിക്കുമ്പം അമങ്ങിപ്പോവും. അപ്പം ഈ ഇലയെല്ലാം വിട്ടു പോകാനുള്ള സാധ്യതയുണ്ട്. ഇതിൻ്റെ ഈ കൂട്ടി വെച്ചിരിക്കുന്നതൊക്കെ മൊത്തത്തിൽ ഇതെല്ലാം അടവരത്തിയ പോലെ ആയിപ്പോവും. നമ്മൾ അപ്പം എല്ലാം ഇഡ്ഡലി പാത്രത്തിനകത്ത് അടുക്കി ഇനി ഇത് അടച്ച് ആവി കയറാനായിട്ട് ഒരു 20 മിനിറ്റ് മതി മാക്സിമം. അന്നേരത്തേക്കും ഇതെല്ലാം നല്ലതുപോലെ വെന്ത് കഴിയും. ഓക്കെ, നമുക്ക് അതിന് ശേഷം കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ നമ്മളുടെ കുമ്പിളപ്പം എല്ലാം വെന്ത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. എല്ലാ കുമ്പിളപ്പവും നല്ലതുപോലെ വെന്ത് നല്ല ഇലയുടെ മണമൊക്കെ വരുന്നുണ്ട് ഇപ്പം നമുക്ക്. ഇനി നമുക്കിതൊരു പാത്രത്തിനകത്തോട്ട് മാറ്റാം.
എൻ്റെ ഇലയുണ്ട് കണ്ടോ, പെട്ടെന്ന് നമ്മളത് കൂട്ടി വെച്ചൊന്നും അഴിഞ്ഞു പോയിട്ടില്ല, കറക്റ്റായിട്ടിരിക്കുന്നുണ്ട്. ഒരെണ്ണത്തിൻ്റെ പോലും ഇലയൊന്നും കൂട്ടി വെച്ചത് അഴിഞ്ഞു പോയിട്ടില്ല. വെച്ച ഏറ്റവും വലിയ അപ്പമായിരുന്നു കേട്ടോ ഇത്. ഏറ്റവും വലിയ അപ്പം അത് അടിയിൽ തന്നെ വെച്ചത് കണ്ടോ. ഇതും നല്ലതുപോലെ വെന്തു. അപ്പോൾ ഇത് അടിയിൽ വെച്ചായിരുന്ന ഗുണം ഇതാണ്, പെട്ടെന്ന് അടിയിൽ ആദ്യമേ തന്നെ അടിയിൽ ആവി കയറിയിട്ട് അത് ആദ്യമേ തന്നെ വെന്ത് കിട്ടും. അപ്പം കൂടുതൽ ആവിയും കിട്ടും, എല്ലാം ഒരുപോലെ വേകും. നമുക്കൊന്ന് അഴിച്ച് നോക്കാം, അതിനകത്തൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടോ എന്നൊക്കെ അറിയണോ, ഒന്ന് കഴിച്ച് നോക്കാം അല്ലേ. വളരെ സോഫ്റ്റാണ് കേട്ടോ, നല്ല ടേസ്റ്റും ഉണ്ട്, നല്ല ഹെൽത്തിയുമാണ്. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. ഇനി ഇതുപോലുള്ള അടിപൊളി വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക്